നമസ്കാരം. ഏകദേശം ഒരു കൊല്ലം മുമ്പ് വരെ അൽ മുക്താദിർ എന്നൊരു സ്വർണ്ണക്കടയുണ്ടായിരുന്നു പലയിടങ്ങളിലും. അന്നത്തെ പ്രമുഖ പത്രങ്ങളുടെ എല്ലാം മുൻ പേജുകളിൽ ഈ സ്വർണ്ണക്കടയുടെ പരസ്യമുണ്ടായിരുന്നു. ആ പരസ്യത്തിൽ കടയുടെ മുതലാളി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിൻ്റെ ചിത്രവും ഉണ്ടാകും. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ആദ്യം സോപ്പ് ജീപ്പ് കണ്ണാടി ഐറ്റങ്ങളും പിന്നീട് പർദ്ദ കച്ചവടവും തുടങ്ങി ഒടുവിൽ അതെല്ലാം നഷ്ടത്തിലായപ്പോൾ മതിയാക്കി ഗൾഫിൽ പോയ ആളാണ് ഇയാളാണെന്നാണ് ചാലയിലുള്ളവർ തന്നെ പറയുന്നത്. എന്തായാലും പിന്നീട് മൻസൂറിൻ്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. പ്രമുഖ പത്രങ്ങളുടെയൊക്കെ മുൻ പേജുകളിൽ പരസ്യം, ഹെലികോപ്റ്ററിലും റോൾസ് റോയ്സിലും വന്നിറങ്ങുന്ന ചിത്രങ്ങൾ. ഇതിനിടയിൽ ചാലയിലെ ആ പഴയ പർദ്ദ കച്ചവടക്കാരന് ഡോക്ടറേറ്റും കിട്ടി. പ്രബുദ്ധരാണ് തങ്ങളെന്ന് മലയാളികൾ സ്വയം പറയുമ്പോഴും ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരും മടിയന്മാരും മലയാളികളാണ് എന്നുള്ളതാണ് സത്യം. കാരണം ആട്, തേക്ക്, മാഞ്ചിയം, ടോട്ടൽ ഫോർ യു, ഇറിഡിയം, ഇരുത്തലമുരി തുടങ്ങിയ തട്ടിപ്പുകളിൽ വീണത് കൂടുതലും മലയാളികളാണ്. ഉത്തരേന്ത്യയിലെ ഏതോ കുഗ്രാമത്തിലിരുന്ന് പള്ളിക്കൂടത്തിൻ്റെ വരാന്ത പോലും കാണാത്ത ഭായിമാർ കേരളത്തിലെ ഡോക്ടർമാരെയും IT വിദഗ്ധരെയും ഒക്കെ പറഞ്ഞു പറ്റിച്ച് അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന കോടികളും ലക്ഷങ്ങളും തട്ടി. അനുഭവങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും പ്രബുദ്ധ മലയാളി പഠിച്ചില്ല. എന്തായാലും അൽ മുക്താദിർ ജുവലറിയുടെ പരസ്യം കണ്ട് കടകളിൽ ചെന്നവർ ഞെട്ടി. കേരളത്തിലെ വമ്പൻ ജുവലറി ഷോറൂമുകൾ കണ്ടു പരിചയിച്ച മലയാളിക്ക് അൽ മുക്താദിർ ജുവലറിയുടെ ഷോറൂമുകൾ ഒരത്ഭുതമായിരുന്നു. കാരണം എല്ലാം പെട്ടിക്കടകൾ പോലെ ചെറുത്. അവരുടെ എല്ലാ കടകളുടെ പേരും വ്യത്യസ്തമായിരുന്നു. എല്ലാ പേരുകളുടെ മുന്നിലും അൽ എന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തട്ടിപ്പിന് ഇരയായവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. കേരളത്തിലെ വമ്പന്മാരായ സ്വർണ്ണ കച്ചവടക്കാരാണ് ഭീമയും ജോസ്കോയും മലബാർ ഗോൾഡും കല്യാണുമൊക്കെ. പക്ഷേ ഇവരാരും കൊടുക്കാത്ത തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് അൽ മുക്താദിർ ജുവലറി പത്രങ്ങളിൽ കൊടുത്തിരുന്നത്. മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ എല്ലാം മുൻ പേജുകളിൽ ഇത്തരത്തിൽ പരസ്യം കൊടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അതും മാസത്തിൽ 5-6 ദിവസങ്ങളാണ് പരസ്യം കൊടുക്കുന്നത്. പിന്നെ കടയുടെ വാടക, ജീവനക്കാരുടെ ശമ്പളം, കറണ്ട് ചാർജ്, നികുതി, പലതരം പിരിവുകൾ, ഇതിനെല്ലാം കൂടി കോടിക്കണക്കിന് രൂപ ഒരു മാസം വേണം. ഇതിനെല്ലാം പുറമെയാണ് ലാഭം വേണ്ടത്. ഇതെല്ലാം കൂട്ടിയാൽ എത്ര കിലോ സ്വർണത്തിൻ്റെ എത്ര കോടി രൂപയുടെ കച്ചവടം നടക്കണമെന്ന് ഒരു സാധാരണക്കാരൻ്റെ യുക്തിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് താമസിയാതെ പൊട്ടും. ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടേയിരുന്നു അൽ മുക്താദിറിൻ്റെ മുതലാളി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം. അവർക്ക് ലാഭവിഹിതവും കൊടുക്കണം. പലിശ ഹറാമാണെങ്കിലും ലാഭവിഹിതമെന്ന് ചെറുതായി പേരൊന്ന് മാറ്റിയാൽ ആ പ്രശ്നവുമില്ല. കോടിക്കണക്കിന് രൂപ പരസ്യ ഇനത്തിൽ മാത്രം ചിലവാക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് തട്ടിപ്പിന് കളമൊരുക്കുകയാണ് അൽ മുക്താദിർ എന്ന് ആദ്യം പറഞ്ഞത് DNA ന്യൂസാണ്. നിക്ഷേപം നടത്തിയവരുൾപ്പെടെ ആ വീഡിയോകളുടെ താഴെ വന്ന് തെറിവിളിച്ചു. അപ്പോഴും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർക്കായില്ല. പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ സ്വർണം നൽകുമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം. സ്വർണ്ണ കച്ചവടക്കാർക്ക് ലാഭം കിട്ടുന്നത് പണിക്കൂലിയിലാണ്. കിട്ടുന്ന സ്വർണം അതേ വിലയ്ക്ക് കൊടുക്കാനാണെങ്കിൽ എങ്ങനെ ലാഭമുണ്ടാകും? അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധി നിക്ഷേപം നടത്തിയ മണ്ടന്മാർക്കുണ്ടായില്ല. എന്തായാലും അൽ മുക്താദിർ പൊട്ടി. മുഹമ്മദ് മൻസൂർ മുങ്ങുകയും ചെയ്തു. 2000 പേരിൽ നിന്നായി ഏകദേശം 1000 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കണക്ക്. ഈ കേസിലെ രണ്ടാം പ്രതിയും സ്ഥാപനത്തിൻ്റെ ഗ്ലോബൽ മാനേജരുമായ ഗുൽസാർ അഹമ്മദിനെ ക്രൈംബ്രാഞ്ച് ഈയിടെ പിടികൂടി. ചാരാച്ചിറയിലെ ഒരു ഫ്ളാറ്റിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. അൽ മുക്താദിറിൻ്റെ പല സ്കീമുകളും സംശയത്തിനിടയാക്കുന്നതായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പോലീസിനും സംശയങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡും നടന്നു. പിന്നീട് ജുവലറിയുടെ ശാഖകൾ ഓരോന്നോരോന്നായി അടച്ചുപൂട്ടി. മതവും ദൈവത്തിൻ്റെ പേരും മതചിഹ്നങ്ങളും വേഷവും ദുരുപയോഗം ചെയ്താണ് മുഹമ്മദ് മൻസൂർ തട്ടിപ്പ് നടത്തിയത്. ചില മതപ്രഭാഷകരെ വിദഗ്ധമായി ഉപയോഗിച്ചും ഇമാമുമാരെയും മദ്രസാധ്യാപകരെയും ഏജന്റുമാരാക്കിയുമാണ് നിക്ഷേപകരെ വലയിൽ വീഴ്ത്തിയത്. 10% കമ്മീഷൻ കൊടുത്തതുകൊണ്ട് അവർ വീടുകളിൽ കയറിയിറങ്ങി ആളുകളെ ചേർത്തു. അതുകൊണ്ട് തന്നെ ഇരകളെല്ലാം മുസ്ലിങ്ങളാണ്. എന്തായാലും കുറേ പേർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം പോയി കിട്ടി. ഒരു കണക്കിന് മുഹമ്മദ് മൻസൂർ ബുദ്ധിമാനാണ്. അത്യാഗ്രഹികളായ കുറേ പേരുടെ പണം അയാൾ തട്ടിയെടുത്തു. അങ്ങനെ കരുതിയാൽ മതി. മലയാളി ഇതുകൊണ്ടൊന്നും പഠിക്കില്ല. ഇതേ മൻസൂർ പുതിയൊരു വേഷത്തിൽ പുതിയൊരു തട്ടിപ്പ് പദ്ധതിയുമായി വന്നാൽ ഇപ്പോൾ ഇരകളായവർ തന്നെ ആ തട്ടിപ്പിൽ വീഴും. അതാണ് പ്രബുദ്ധ മലയാളി. എന്തായാലും കുറച്ചു പേർക്കെങ്കിലും ഇത് പാഠമാകട്ടെ എന്നേ പറയാനുള്ളൂ.